വളരെ ശക്തമായ, വളരെ ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, അതുപോലെ തന്നെ ഗൗരവമായ വിഷയം ഇന്നലെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രി, ഇതേ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദാനിയുമായിട്ടുള്ള കൂട്ടുകച്ചവടം എന്ന ഗുരുതര ആരോപണത്തെ ബലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിച്ചു. കൈരളി ന്യൂസിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതായത് വിഴിഞ്ഞത്തിൻ്റെ, ഞാൻ മുമ്പും സൂചിപ്പിച്ചു, വിഴിഞ്ഞത്ത് അടിസ്ഥാനപരമായി ഒരു കരാറുണ്ട്. ആ കരാർ എന്ന് പറയുന്നത് ഈ അദാനി കമ്പനി സംസ്ഥാന സർക്കാരും തമ്മിലുള്ളതാണ്. ആ കരാർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തുറമുഖം നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്ത്, അതായത് നിർമ്മാണവും നടത്തിപ്പും ഇവരെ ഏൽപ്പിക്കുമ്പോൾ അതാണ് 3 ക്ലോസ് പ്രകാരം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 250 കിലോമീറ്റർ ചുറ്റളവിനകത്തുള്ള സമാനമായിട്ടുള്ള മറ്റൊരു തുറമുഖത്തിൽ ഓഹരി ഉടമസ്ഥതയുള്ള ആളുകൾക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഓഹരി ഉടമസ്ഥാവകാശം നൽകാൻ പാടില്ല. ഈ വിഴിഞ്ഞം കരാറിൽ സംസ്ഥാന സർക്കാർ 2016 അവസാനിച്ച UDF സർക്കാരിൻ്റെ, കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ആ കരാറിൽ തന്നെ പറയുന്ന വളരെ വ്യക്തമായ ഒരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ, വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ 250 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന മറ്റൊരു തുറമുഖത്ത് ഓഹരി ഉടമസ്ഥാവകാശമുള്ള കമ്പനികളെ ഇവിടെ ഓഹരി കൊടുത്ത് ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് കൊണ്ടുവരരുത്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ്, കരാറിൻ്റെ ലംഘനമാണ് എന്ന് പറയുന്ന ആ നിലയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, MSC കമ്പനിയാണല്ലോ ഇവിടെ ഓഹരി കൈമാറ്റം നടത്താൻ അദാനി കമ്പനി നീങ്ങുന്നത്. 13,000 കോടി, 2,500 കോടി മാത്രം മുടക്കിയ അദാനി കമ്പനിക്ക് 13,000 കോടി രൂപയാണ് MSC എന്ന അന്താരാഷ്ട്ര കമ്പനിക്ക് ഈ ഓഹരികൾ വിൽക്കുന്നതിലൂടെ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ MSC കമ്പനി, അവരുടെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഇതേ തൂത്തുക്കുടി തുറമുഖത്തിൽ അവർക്ക് ഷെയറുണ്ട്, ഓഹരി ഉടമസ്ഥാവകാശമുണ്ട് എന്നാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇന്നലെ വ്യക്തമാക്കിയത്. നോക്കൂ, തൂത്തുക്കുടി തുറമുഖവും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവും തമ്മിലുള്ള അകലം കേവലം 180 കിലോമീറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ 185 കിലോമീറ്റർ മാത്രമാണ്. ഇപ്പോൾ ആ ഉന്നയിച്ച വിമർശനത്തിൻ്റെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വ്യക്തമാക്കപ്പെട്ട തോമസ് ഐസക്കിൻ്റെ ആ കരാർ വ്യവസ്ഥയുടെ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറയേണ്ടതായി വരും. ഡോക്ടർ ഐസക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ്റെ മംഗലാപുരം യാത്ര, മെയ് 1 വിവാദ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്നതിനും ഈ ഓഹരി ഇടപാടിനുള്ള ധാരണ ഉറപ്പാക്കുന്നതിനും കരാർ വ്യവസ്ഥയിൽ വരുന്ന പ്രതിബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയായിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന് ഒഴിയാൻ കഴിയില്ല. കരാർ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നു. തൂത്തുക്കുടി പോർട്ടിൽ, അതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തൂത്തുക്കുടി പോർട്ടിൽ ഓഹരി ഉടമസ്ഥാവകാശമുള്ള ഒരാൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരാൻ കഴിയില്ല. അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വിഴിഞ്ഞത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും പൊതു താല്പര്യത്തെ അത് ഹനിക്കും എന്ന കരാറിലെ വ്യവസ്ഥയാണ്. ആ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് അദാനി ഇപ്പോൾ MSCക്ക് ഈ ഷെയറുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിന് ഒഴിവുകഴിവുകൾ വേണമെങ്കിൽ പറയാം. അത് ഡോക്ടർ ഐസക് ഇന്നലെ ചർച്ചയിൽ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, സംസ്ഥാന സർക്കാരിന് കണ്ണടയ്ക്കാൻ കഴിയാത്ത മറ്റൊരു ഗുരുതര ആരോപണം, ഗുരുതര വിവരം പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായി അതിന് മറുപടി പറയേണ്ടി വരും. അത് ചീഫ് സെക്രട്ടറിയുടെ എംപവേർഡ് കമ്മിറ്റി അല്ല സമൂഹത്തോട് സംസാരിക്കേണ്ടതും മറുപടി പറയേണ്ടതും അത് മുഖ്യമന്ത്രി തന്നെയാണ്. ഡോക്ടർ ഐസക് പറഞ്ഞു നോക്കാം. ഇങ്ങനെ വിഴിഞ്ഞത്ത് 49% ഷെയർ വാങ്ങാമെന്ന് VD സതീശൻ വ്യക്തമാക്കേണ്ടത് ഇക്കാര്യമാണോ മംഗലാപുരത്ത് ചർച്ച ചെയ്തത്? കേരളത്തെ പൊട്ടങ്ങളിപ്പിക്കരുത്. കൃത്യമായിട്ട് കരാറിൽ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. MSC കമ്പനിക്ക് തൂത്തുക്കുടി വേണോ വിഴിഞ്ഞം വേണോ എന്ന് തീരുമാനിച്ചിട്ട് വേറെ ചർച്ച നടത്താൻ പറ്റത്തുള്ളൂ. എന്തിനായി ക്ലോസ് വെച്ചിരിക്കുന്നത്? നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തുറമുഖത്തിൽ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, ഇവിടെ ഒരു കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിക്ക് പാടില്ല. ഇത് വളരെ വ്യക്തമാണ്. 5-9 വിരുദ്ധമാണ് MSCയുടെ നീക്കം. അതാണ് അദ്ദേഹം പറഞ്ഞത്. വിഴിഞ്ഞം കരാറിൻ്റെ 5-9 ക്ലോസ് 5-9 വിരുദ്ധമാണ് MSC കമ്പനിക്ക് അദാനിയുടെ ഓഹരി കൈമാറ്റം. അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. തൂത്തുക്കുടിയിൽ, ഇവിടെ നിന്ന് 180 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു തൂത്തുക്കുടി പോർട്ടിൽ ഷെയർ എടുത്തിട്ടുള്ള ഓഹരി ഉടമസ്ഥാവകാശമുള്ള ഒരു കമ്പനിക്ക് നൽകാൻ കഴിയില്ല. അവിടെ ഒരു ടെർമിനൽ അവരാണ് റൺ ചെയ്യുന്നത്, അവരുടെ ഉടമസ്ഥതയിലാണ്. സമാനമായ നിലയിലേക്കാണ് വിഴിഞ്ഞത്തും MSCയുടെ ഈ ടെർമിനൽ ഓപ്പറേഷൻസ് വിഭാഗം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകാം, അങ്ങനെ ഒരു എക്സ്ക്യൂസ് വേണമെങ്കിൽ പറയാം.
എന്നു, അതായത് പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭരണത്തിലേക്കൊന്നും ഞങ്ങൾ വരാൻ പോകുന്നില്ല, ഞങ്ങളിതാ ഒരു ടെർമിനൽ മാത്രം റൺ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി ഈ നിലയിൽ പറയാവുന്ന ഒഴിവ് കഴിവ് പറയും. പക്ഷേ ബേസിക്കായി ആ വിഴിഞ്ഞം കരാറിൻ്റെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്നതാണ് എന്ന പ്രധാന പ്രശ്നം അവിടെ ഉയരുകയാണ്. ഇതാ കമലേഷ് കൂടി ചേരുന്നു. കമലേഷ്, കേരളം ചർച്ച ചെയ്യുന്ന കൂടുതൽ പ്രതികരണങ്ങൾ വരാനിടയുള്ള, മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞ് അവഗണിച്ച് മാധ്യമപ്രവർത്തകരെ അവഗണിച്ചൊക്കെ പോകാം, പക്ഷേ ഈ ചോദ്യം അദ്ദേഹത്തിന് മുമ്പാകെ നിരന്തരം എത്തിക്കൊണ്ടിരിക്കില്ലേ? ഈ എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പാകെ വരില്ലേ? ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എംപവേർഡ് കമ്മിറ്റിയാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ആ കരാർ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം സംഭവിച്ചിട്ടുണ്ട് എന്ന് കാര്യകാരണ സഹിതം ഡോക്ടർ ഐസക് ഇന്നലെ നമ്മളോട് വെളിപ്പെടുത്തി പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കിയ ഈ വിഷയം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എംപവേർഡ് കമ്മിറ്റിക്ക് അവഗണിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം കൂടുതൽ ശക്തമാവില്ലേ? ഇത് കൂട്ടുകച്ചവടമാണ് എന്ന ആക്ഷേപം ഗൗരവതരമായി കൂടുതൽ ശക്തമാവില്ലേ? തീർച്ചയായും ശരത്ത്, ഈ വിഷയം, അതായത് വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല തലങ്ങളും ചർച്ച ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴൊന്നും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ വളരെ ഗുരുതരമായ ഒരു വീഴ്ച അതെന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിലൂടെ തന്നെ തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രകാരം ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യവസ്ഥകളുടെ ലംഘനമാണ് ഇതുവഴി നടന്നിട്ടുള്ളത് എന്നതാണ്. അതിൻ്റെ ആ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശരത്ത് തന്നെ വളരെ വിശദമായി അത് പറഞ്ഞിട്ടുമുണ്ട്. അതിലെ 5.3 പ്രകാരം, അതായത് ഈ വിഴിഞ്ഞത്തെ അദാനിയുമായി ഉണ്ടാക്കിയ കരാറിലെ 5.3 വ്യവസ്ഥ പ്രകാരം ഈ 250 ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്ത് ഒരു മേജർ ഷെയർ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് വിഴിഞ്ഞത്തെ ഷെയർ, അതായത് 25% മുകളിൽ ഷെയർ വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൂത്തുക്കുടിയിലെ ചിദംബനാർ തുറമുഖമുണ്ട്. ആ തുറമുഖത്ത് MSCക്ക് ഒരു കൺട്രോളിംഗ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് MSC. അത് 250 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ്. 203 കിലോമീറ്റർ മാത്രമേ ഈ ചിദംബനാർ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് ഈ വിഴിഞ്ഞത്ത് നിന്നും അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരമൊരു കരാറിലേക്ക് അദാനിക്കും MSC കമ്പനിക്കും ഏർപ്പെടാൻ കഴിയുക എന്ന ചോദ്യമാണ്. അത് ഗുരുതരമായ നഗ്നമായ ഈ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്, മറ്റാരുമല്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഉൾപ്പെടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്താണ് നടന്നത് എന്നുള്ളത്, ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും നിലപാട് എന്താണ്, നിയമപരമായ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അത് പറയാൻ തയ്യാറാകുന്നതിന് പകരം പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന നിലയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ പോകുന്നത് എന്ന വിമർശനം CPIM പ്രധാനമായും ഉന്നയിക്കുന്നു. അതിന് ചുറ്റിപ്പറ്റിയാണ്, അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് ഇന്നലെ തോമസ് ഐസക്കും വളരെ ഗുരുതരമായ ഈ ഒരു ചട്ടലംഘനം അല്ലെങ്കിൽ ഒരു കരാറിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഒരു മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് തുറമുഖം എന്ന നിലയിലേക്ക്, അതായത് ഒരു ബഹുമുഖ സാധ്യതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് LDF സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ MSC എന്ന ഒരു കുത്തക കമ്പനിക്ക് അതിൻ്റെ പൂർണ്ണ അധികാരം നൽകുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടലാണ് നിലവിൽ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് നിലവിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെല്ലാം തന്നെ ഈ കുത്തക കമ്പനിക്ക് തീരെഴുതി നൽകുന്നതിനെതിരെയാണ് CPIM വലിയ പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് CPIM നേതാക്കൾ. പക്ഷേ ഇതുവരെയും ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ VD സതീശൻ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പല നുണകൾ ആവർത്തിച്ചുകൊണ്ട് ദേശാഭിമാനിയെ ഉൾപ്പെടെ ഇതിനകത്ത് കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാർത്തകളെ മുൻനിർത്തിക്കൊണ്ട് ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ നുണകളെല്ലാം പൊളിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം CPIM മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധി, അതായത് ഈ മോദി അദാനി ബന്ധം അല്ലെങ്കിൽ അദാനിയുടെ ഈ കള്ളക്കച്ചവടത്തെക്കുറിച്ചൊക്കെ വലിയ നിലയിൽ പ്രസംഗിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. നിലവിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ VD സതീശനും ഈ അദാനിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ ചർച്ചകൾ
മംഗലാപുരം യാത്ര, ഇതിനെക്കുറിച്ചൊന്നും രാഹുൽ ഗാന്ധി ഇതുവരെയും മിണ്ടിയിട്ടേ ഇല്ല എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും AICC-യും ദേശീയ നേതൃത്വവുമെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും CPIM മുന്നോട്ട് വെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് ഒരു തരത്തിലും വിഴിഞ്ഞത്തെ ഈ ഷെയറുകൾ, ഈ മേജർ ഷെയർ 49% ഷെയറുകളും MSC കമ്പനിക്ക് കൈമാറാൻ കഴിയില്ല, അത് നിയമപരമായി അതിന് സാധുതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ തോമസ് ഐസക് പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ തൂത്തുക്കുടിയിലെ ചിദംബനാർ തുറമുഖത്ത് മേജർ ഷെയറുള്ള അല്ലെങ്കിൽ കൺട്രോളിംഗ് ഷെയറുള്ള ഒരു കമ്പനിക്ക്, അതായത് MSCക്ക് ഇവിടെയും വിഴിഞ്ഞത്തും അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഏതെങ്കിലും ഒന്ന്, ഐസക് വളരെ കൃത്യമായി പറയുന്നത് ഒന്നുകിൽ തൂത്തുക്കുടി അല്ലെങ്കിൽ വിഴിഞ്ഞം എന്നതാണ്. ഇത് രണ്ടും കൈവശം വെക്കാൻ ഒരിക്കലും അദാനിക്ക് MSCക്ക് കഴിയില്ല എന്ന കാര്യം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് വരികയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വളരെ വിശദമായി ഇത് കേരളത്തിലെ ജനങ്ങളോട് ഇത് സംബന്ധിച്ച വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകേണ്ടതായിട്ടുമുണ്ട്. ശരത്. ശരി കമലേഷ്, വളരെ വ്യക്തമായി തന്നെ വളരെ ഗൗരവത്തിൽ എന്തൊക്കെയാണ് ഡോക്ടർ TM തോമസ് ഐസക് ഉന്നയിച്ച ഗൗരവമുള്ള പുതിയ വിഷയം, അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. ശരി കമലേഷ്, താങ്ക് യു.